ഹായ്, എൻ്റെ വൈൽഡ് ലൈഫ് സഫാരി പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ ജയ്പൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പുള്ളിപ്പുലി സംരക്ഷണ കേന്ദ്രമായ ജലാനയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. രാജസ്ഥാനിലെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാനവുമായ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിലാണ് ഞാനിപ്പോൾ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച രത്തൻപൂരിലെ ടൈഗർ സഫാരിക്ക് ശേഷം ജലാനയ്ക്ക് ഏറ്റവും അടുത്തുള്ള ജയ്പൂർ നഗരത്തിൽ നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രം അകലെയുള്ള ദുർഗാപുര എന്ന ചെറിയ പട്ടണത്തിലേക്ക് ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. 2 മണിക്കൂർ മാത്രമുള്ള ചെറിയ ഒരു ട്രെയിൻ യാത്രയാണത്. രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂർ സമ്പന്നവും ചരിത്രവും സംസ്കാരവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഊർജ്ജസ്വലമായ നഗരമാണ്. 1727 മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ സ്ഥാപിച്ച പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ രജപുത്ര മുഗൾ ശൈലികളുടെ മിശ്രിതമായ അതിശയകരമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. ഹവാമഹൽ, സിറ്റി പാലസ്, യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ആംബർ ഫോർട്ട് എന്നിവയുൾപ്പെടെ നിരവധി ഐക്കണിക് ലാൻഡ്മാർക്കുകൾ ഈ നഗരത്തിലുണ്ട്. രാജസ്ഥാനിന്റെ അസാധാരണമായ കരകൗശല വൈദഗ്ധ്യം പ്രകടമാക്കുന്ന ജയ്പൂർ കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, രത്നക്കല്ലുകൾ എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് ഈ നഗരം. വിശാലമായ തെരുവുകളും ഗ്രിഡ് പോലുള്ള ലേഔട്ടും ഉപയോഗിച്ച് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തിരുന്ന ഈ നഗരം ഇന്ത്യയിലെ നഗര ആസൂത്രണത്തിന്റെ ആദ്യകാല ഉദാഹരണങ്ങളിലൊന്നാണ്. മറ്റുള്ള വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് നഗരപരിധിക്കുള്ളിൽ, എന്നാൽ നഗരത്തിന്റെ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സവിശേഷ വന്യജീവി സങ്കേതമാണ് ജലാന പുള്ളിപ്പുലി സംരക്ഷണ കേന്ദ്രം. റിസർവിനടുത്ത് തന്നെയുള്ള ഹിൽവ്യൂ ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം. അടുത്തിടെ പരിഷ്കരിച്ചെടുത്ത വൃത്തിയുള്ള നല്ലൊരു ഹോട്ടലാണിത്. ഹോട്ടലിൽ നിന്നും സഫാരി ഗേറ്റിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ നാളെ 2 സഫാരിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, രാവിലെയും ഉച്ചകഴിഞ്ഞും. ഞങ്ങളുടെ ആദ്യത്തെ സഫാരിക്ക് രാവിലെ തന്നെ ഞങ്ങൾ ഗേറ്റിലെത്തി. ഞങ്ങളുടെ വാഹനത്തിൽ പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറായ ചിന്മയ സക്സേനയും ഉണ്ടെന്നറിഞ്ഞത് ഞങ്ങളെ ആഹ്ലാദഭരിതരായി. ഒരു പ്രശസ്ത ഇന്ത്യൻ വന്യജീവി ഫോട്ടോഗ്രാഫറും വന്യജീവി സംരക്ഷകനുമായ ചിന്മയ നിക്കോൺ ഇന്ത്യയുമായി സഹകരിക്കുകയും ഔട്ട്ഡോർ സാഹസിക ഉപകരണങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ക്ലവേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പിടികിട്ടാത്ത കടുവകളെയും പുള്ളിപ്പുലികളെയും ട്രാക്ക് ചെയ്യുന്നതിലും ഫോട്ടോ എടുക്കുന്നതിലുമുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം വിവിധ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് അദ്ദേഹം കൂടുതലും സജീവം. വന്യജീവി ഫോട്ടോഗ്രാഫിയിൽ ആഴത്തിലുള്ള അനുഭവങ്ങൾ നൽകിക്കൊണ്ട് ഗ്രൂപ്പായും സ്വകാര്യമായുമുള്ള ഫോട്ടോഗ്രാഫി ടൂറുകളും അദ്ദേഹം നടത്താറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ജലാന പുള്ളിപ്പുലി സങ്കേതത്തിന് ആകർഷകമായ ഒരു ചരിത്രമുണ്ട്. ഈ പ്രദേശം ഒരിക്കൽ ജയ്പൂർ രാജകുടുംബത്തിന്റെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. പിന്നീട് ഇത് ഒരു ക്വാറി സൈറ്റായി ഉപയോഗിച്ചു. എന്നിരുന്നാലും പുള്ളിപ്പുലികളുടെയും മറ്റു വന്യജീവികളുടെയും ആവാസ കേന്ദ്രമായ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ രാജസ്ഥാൻ സർക്കാർ 1981 ജലാന വനം ഒരു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു. 2016 പുള്ളിപ്പുലികളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ജലാന പുള്ളിപ്പുലി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഏകദേശം 20 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ റിസർവ് ഇന്ന് പുള്ളിപ്പുലികളുടെയും മറ്റു വന്യജീവികളുടെയും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ആവാസ കേന്ദ്രമാണ്. വന്യജീവികൾക്ക് ഏറ്റവും കുറഞ്ഞ ശല്യം ഉറപ്പാക്കാൻ 2 സോണുകളിൽ മാത്രമേ സഫാരി അനുവദിച്ചിട്ടുള്ളൂ. പരിചയസമ്പന്നരായ ഗൈഡുകൾ നയിക്കുന്ന ഈ സഫാരികൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ക്യാൻഡറുകളിലും ജിപ്സികളിലുമാണ് നടത്തുന്നത്. തിരഞ്ഞെടുക്കുന്ന വാഹനങ്ങൾ, സോൺ എന്നിവ അനുസരിച്ച് സഫാരിയുടെ ഫീസും വ്യത്യാസമാണ്. എങ്കിലും ഒരു സഫാരിക്ക് ഒരാൾക്ക് ഏകദേശം 1500 രൂപയും ഫുൾ ജിപ്സിക്ക് 7000 രൂപയുമാണ് നിരക്ക്. രാവിലെ 5:30ക്കും ഉച്ചകഴിഞ്ഞ് 4 മണിക്കുമാണ് സഫാരികൾ. എങ്കിലും സീസൺ അനുസരിച്ച് സമയക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ജലാന ഒരു വരണ്ട ഇലപൊഴിയും വനമാണ്. വരണ്ട സീസണിൽ മരങ്ങൾ ഇലപൊഴിക്കുകയും മഴക്കാലത്ത് സമൃദ്ധമായ ഇലകൾ കാണുകയും ചെയ്യുന്നതിനാൽ വർഷത്തിൽ ഭൂരിഭാഗവും ഈ വനം വരണ്ടതായിരിക്കും. ഏകദേശം 40ഓളം പുലികളെയും അവയുടെ കുട്ടികളെയും ഈ പ്രദേശത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്നും ഏറെ ആക്രമണം നേരിടുന്നവയാണ് പുലികളും അവയുടെ കുട്ടികളും. അതിനാൽ തന്നെ വേട്ടയാടിയ ഭക്ഷണം സാധാരണയായി മരത്തിന്റെ മുകളിൽ എത്തിച്ചാണ് അവ ഭക്ഷിക്കാറുള്ളത്. പകൽ സമയം കൂടുതൽ സജീവമായിരിക്കുന്ന മൃഗങ്ങളാണ് പുലികൾ. അതുകൊണ്ട് തന്നെ പുള്ളിപ്പുലികളുടെ ഉയർന്ന സാന്ദ്രതയുള്ള ജലാന സന്ദർശകർ
സന്ദർശകർക്ക് ഗാംഭീര്യമുള്ള ഈ മൃഗങ്ങളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാനുള്ള ഒരു സവിശേഷമായ അവസരം നൽകുന്നു. പുലികളെ കൂടാതെ സ്ട്രൈപ്ഡ് ഹൈനാസ്, ഇന്ത്യൻ സിവെറ്റ്സ്, ജംഗിൾ കാറ്റ്സ്, ജാക്കൽസ്, മോണിറ്റർ ലിസാർഡ്സ്, മംഗൂസസ്, സാമ്പാർ ഡിയർ, സ്പോട്ടഡ് ഡിയർ, ബ്ലൂ ബുൾ അല്ലെങ്കിൽ നീൽഗായ് എന്നിവയും 150-ലധികം പക്ഷികളും ഇവിടെ കണ്ടുവരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന്റിലോപ്പാണ് നീലക്കാള അല്ലെങ്കിൽ നീൽഗായ്. കാഴ്ചയിൽ കാളയെപ്പോലെ തോന്നിക്കുന്ന നീലക്കാള മാൻവർഗത്തിൽപ്പെട്ട മൃഗമാണ്. എന്നാൽ ഇവയ്ക്ക് കുതിരയോടാണ് കൂടുതൽ സാദൃശ്യം. പ്രായപൂർത്തിയായ ആണിന് പ്രത്യേക നീലനിറമാണ്. ജലാനയിലെ പുലികൾക്ക് ഇവയോടൊന്നും വലിയ താല്പര്യമില്ലെന്നും മുയൽ, മയിൽ തുടങ്ങിയ ചെറിയ മൃഗങ്ങളെയാണ് അവ സാധാരണയായി ഭക്ഷിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. വേലിത്തത്ത അല്ലെങ്കിൽ ബി ഈറ്ററാണിത്. 4 തരത്തിലുള്ള വേലിത്തത്തകളെ നമ്മുടെ കേരളത്തിൽ കാണാറുണ്ട്. ചെറിയ പ്രാണികളും തുമ്പികളും ഒക്കെയാണ് ഇവയുടെ ഭക്ഷണം. പുലിയുടെ പഗ് മാർക്കുകളൊക്കെ ഞങ്ങളുടെ ഡ്രൈവർ കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പുലികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. സഫാരിയുടെ സമയം തീരാറായി. തൊട്ടടുത്തുള്ള ഒരു ചെറിയ കുളത്തിന്റെ അരികിൽ കുറച്ചു സമയം കാത്തിരുന്നതിന് ശേഷം ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു. ധാരാളം പക്ഷികളും മുയലും മയിലും ഒക്കെ യാതൊരു ഭയവും ഇല്ലാതെ വെള്ളം കുടിക്കാനായി കുളത്തിന് ചുറ്റുമായി നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് വണ്ടി നിർത്താനായി ചിന്മയ ആവശ്യപ്പെട്ടത്. ശരിയാണ്, ഞങ്ങളുടെ തൊട്ടരികിൽ കുറ്റിച്ചെടികൾക്കുള്ളിൽ ഒരു പുലിയുണ്ട്. വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾ എല്ലാവരും നിശബ്ദരായി ആകാംക്ഷയോടെ അത് പുറത്തേക്ക് ഇറങ്ങുവാൻ കാത്തിരുന്നു. ഗസൽ എന്ന പെൺപുലിയാണിത്. എന്തൊരു ശൗര്യമാണ് അവളുടെ മുഖത്ത്. അവളുടെ ടെറിട്ടറിയിൽ ഞങ്ങൾ കടന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കി അവിടെ നോട്ടം കണ്ട. വിവരം അറിഞ്ഞ് മറ്റുള്ളവരും സ്ഥലത്തെത്തി. പക്ഷേ ഗസൽ വനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ചിന്മയ കാരണം ഞങ്ങൾക്ക് മാത്രമാണ് ഇന്ന് ഗസലിനെ കാണാൻ കഴിഞ്ഞത്. ഉച്ച കഴിഞ്ഞുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ സഫാരിയാണിത്. രാവിലെ സോൺ 2-ലായിരുന്നു ഞങ്ങളുടെ സഫാരി. ഞങ്ങളുടെ ഈ സഫാരി സോൺ 1-ലാണ്. രാവിലത്തെ സഫാരിയിൽ പുലിയെ കണ്ടതിലുള്ള സന്തോഷത്തിലാണ് എല്ലാവരും. പലപ്പോഴും ഇങ്ങനെയാണ്, നിരാശയോടെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും അവരൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതാണ് പാരഡൈസ് ഫ്ലൈ കാച്ചർ. ചുവപ്പ് നിറത്തിലും വെള്ള നിറത്തിലും കാണുന്ന നീളമേറിയ വാലാണ് ഇവയുടെ പ്രത്യേകത. ഗ്രേ ഫ്രാങ്കോളിൻ എന്ന 2 കൗതാരി പക്ഷികൾ പ്രേമസല്ലാപത്തിലാണ്. നമ്മൾ വളർത്തുന്ന കാടപ്പക്ഷികളോട് ഇവർക്ക് വളരെ സാമ്യമുണ്ട്. ഇവിടെ ഒരു തിത്തിരിപ്പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ തീറ്റ നേടാൻ പഠിപ്പിക്കുകയാണ്. മണ്ണാത്തിപ്പുൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഓറിയന്റൽ മാക്പി റോബിനാണിത്. ചാണകക്കിളി, വാലാട്ടിപ്പക്ഷി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട്. കയറ്റം ഇറങ്ങി വരുമ്പോൾ പെട്ടെന്നാണ് ഡ്രൈവർ വണ്ടി നിർത്തി അവിടെ ഒരു പുലിയുണ്ടെന്ന് പറഞ്ഞത്. വളരെ നേരത്തെ തിരച്ചിലിന് ശേഷമാണ് ഞങ്ങൾക്ക് അതിനെ കാണാൻ സാധിച്ചത്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായി പ്രകൃതി ഇവർക്ക് നൽകിയിരിക്കുന്ന കാമഫ്ലോഷ് എത്ര അതിശയകരമാണ്. ഫ്ലോറ എന്ന പെൺപുലിയുടെ കുട്ടിയായ തിത്തലി എന്ന സബ്ബഡൽ പെൺപുലിയാണ് ഇവൾ. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ ദൂരെയുള്ള മൃഗങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഈ ഡ്രൈവർമാരുടെയും ഗൈഡുമാരുടെയും കഴിവ് എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണ്. തിത്തലി ഉച്ച കഴിഞ്ഞുള്ള വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. അധികം താമസിയാതെ തന്നെ ഡ്രൈവർക്ക് മെസ്സേജ് വന്നു, ലെപ്പേർഡ് സൈറ്റ് ഉണ്ടെന്ന്. പിന്നെ ഒരു പാച്ചിലായിരുന്നു. കുന്നുകളും കുഴികളും ഒക്കെ എങ്ങനെ കടന്നു പോയെന്ന് എനിക്കിപ്പോഴും ഓർക്കാൻ കഴിയുന്നില്ല. അടുത്ത ഒരു 10 മിനിറ്റ് ഞങ്ങൾ ഒരു റോളർ കോസ്റ്റർ യാത്ര ചെയ്യുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ചെറിയ കുളത്തിന്റെ അടുത്താണ് ഞങ്ങൾ വന്നു നിന്നത്. ദാ കിടക്കുന്ന ഒരു പുലി. ഏത് പുലിയാണ് എന്ന എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അത് റാണയാണ് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയാതെ എഴുന്നേറ്റ് പോയി. ജലാനയിലെ പുലികളുടെ രാജാവായ റാണയാണ് ഞങ്ങളുടെ മുമ്പിൽ എന്ന് വിശ്വസിക്കാൻ സ്വല്പം പ്രയാസപ്പെട്ടു. ജലാന ലെപ്പേർഡ് റിസർവിലെ ഏറ്റവും പ്രശസ്തമായ പുള്ളിപ്പുലികളിൽ ഒന്നാണ് റാണ എന്ന ഗംഭീര്യമുള്ള ഈ ആൺ പുള്ളിപ്പുലി. അതിന്റെ ആകർഷണീയമായ വലിപ്പം, ശ്രദ്ധേയമായ രൂപം എന്നിവ കാരണം വന്യജീവി പ്രേമികൾ, ഫോട്ടോഗ്രാഫർമാർ, റിസർവ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ എന്നിവർക്കിടയിൽ ഇവൻ വളരെ പ്രശസ്തനാണ്. ജലാനയിലെ ഡോമിനന്റ് മെയിൽ ലെപ്പേർഡ് എന്ന നിലയിൽ ജനിതക വൈവിധ്യവും പ്രാദേശിക സന്തുലിതാവസ്ഥയും ഉറപ്പാക്കിക്കൊണ്ട് പുള്ളിപ്പുലികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന റാണ ഇന്ന് എല്ലാ സന്ദർശകരുടെയും ഹരമാണ്.
ധീരനും ആത്മവിശ്വാസമുള്ള സ്വഭാവത്തിന് പേര് കേട്ടതുമായ റാണയുടെ നടത്തം തന്നെ തന്റെ അധികാരബോധത്തെ കാണിക്കുന്നതാണ്. മനുഷ്യരുടെ ഇടപെടൽ ഒഴിവാക്കുന്ന മറ്റുള്ള പുള്ളിപ്പുലികളിൽ നിന്ന് വ്യത്യസ്തമായി സഫാരി വാഹനങ്ങളോട് റാണയ്ക്ക് കൂടുതൽ ശാന്തമായ മനോഭാവമുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള ഉറക്കത്തിന് ശേഷം വെള്ളം കുടിക്കാൻ വന്നതാണ് റാണ. കുളത്തിന് സമീപം നിന്നിരുന്ന റാണ ഞങ്ങൾക്ക് വേണ്ടിയാവാം എഴുന്നേറ്റ് നിന്ന് കുറച്ചുനേരം വെള്ളം കുടിച്ചു. ജലാനയുടെ ഹീറോയെ കണ്ടതോടെ ഇനിയൊന്നും വേണ്ട എന്ന മട്ടിൽ ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. നാളെ ഞങ്ങൾ ഗുജറാത്തിലെ ഗീറിലേക്ക് പോകും. ഗീറിലെ സിംഹങ്ങളുടെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.